അമേരിക്കയിലെ വാർത്താമാധ്യമങ്ങളിൽ ഇപ്പോൾ ചൂടേറിയ ചർച്ചാ വിഷയമാണ് എപ്സ്റ്റീൻ ഫയലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന എപ്സ്റ്റീൻ എന്ന ജയിലിൽ കിടന്ന് മരിച്ച ഒരു കുറ്റവാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ലൈംഗിക വാണിഭ കേന്ദ്രം നടത്തിക്കൊണ്ടിരുന്ന എപ്സ്റ്റീൻ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ട്രംപിൻ്റെ കൂട്ടാളിയായിരുന്ന എപ്സ്റ്റീൻ വളരെ വേഗത്തിൽ അമേരിക്കയിലെ സാമ്പത്തിക മേഖലയിൽ പിടിമുറുക്കുകയും ഒടുവിൽ വലിയ തകർച്ചയെ നേരിടുകയും ചെയ്ത ആളാണ്. കുട്ടികളെയും സ്ത്രീകളെയും ലൈംഗികമായി ദുരുപയോഗം ചെയ്യിക്കുകയും പ്രമുഖർക്ക് വേണ്ടി അവരെ വലിച്ചെറിഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്നതാണ് എപ്സ്റ്റീൻ്റെ പേരിൽ ഉണ്ടായിരുന്ന കേസ്. ജയിലിലടയ്ക്കപ്പെട്ട എപ്സ്റ്റീൻ ജയിലിൽ കിടന്ന് മരിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് ട്രംപും എപ്സ്റ്റീനുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ വന്നതോടെയാണ്. ട്രംപിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന എപ്സ്റ്റീൻ്റെ രഹസ്യ ഇടപാടുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താൻ അമേരിക്കൻ കോൺഗ്രസ് പ്രസിഡന്റിനോട് ഇതിനകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച അന്വേഷണങ്ങൾ മുന്നേറുകയുമാണ്. എന്തായാലും ട്രംപിന് ഈ കാര്യത്തിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തേണ്ടി വരും എന്നിടത്തേക്കാണ് അമേരിക്കൻ രാഷ്ട്രീയം പോകുന്നത്. എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് BJPയുടെ എക്കാലത്തെയും ഉറച്ച നേതാക്കളിൽ ഒരാളായ സുബ്രഹ്മണ്യ സ്വാമി, ഔദ്യോഗികമായി അദ്ദേഹം BJPയിൽ ഇല്ല, പക്ഷെ അദ്ദേഹം RSSൻ്റെ വിശ്വസ്തരിൽ ഒരാളാണ്. അദ്ദേഹം ട്വിറ്ററിൽ ഒരു കുറിപ്പിടുകയുണ്ടായി. ആ കുറിപ്പിൽ സ്വാമി പറഞ്ഞത് നരേന്ദ്രമോദിയും എപ്സ്റ്റീനുമായി എന്താണ് ബന്ധം എന്നാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് എപ്സ്റ്റീൻ്റെ ഡയറിയിൽ എങ്ങനെ വന്നു എന്നാണ് മോദിക്കെതിരെ ഒരു വിമർശനമായിട്ട് സ്വാമി ഉന്നയിച്ചത്. ഹാർവാർഡിലെ പഴയ അധ്യാപകനായിരുന്ന സ്വാമി ചില്ലറക്കാരനല്ല. ഇന്ത്യയിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഇസ്രയേലിനെതിരെ നിന്ന കാലത്തും ഇസ്രയേലിന് വേണ്ടി ബാധിച്ചുകൊണ്ടിരുന്ന ഇസ്രയേലിൻ്റെ വിശ്വസ്തനായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. സ്വാമിയെ സംബന്ധിച്ച് അമേരിക്കയിലായാലും ഇസ്രയേലിലായാലും ലോകത്ത് ഏത് രാജ്യത്തായാലും രാഷ്ട്രീയ രംഗത്തും സാമ്പത്തിക രംഗത്തുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി മണത്തറിയാനുള്ള ശേഷിയുണ്ട്, അതിനുള്ള സ്വാധീന ശക്തിയുണ്ട്. സ്വാമി കുറേ കാലമായി മോദിയുടെ എതിരാളികളിൽ ഒരാളാണ്. പക്ഷേ എവിടെ നിന്നൊക്കെ സമ്മർദ്ദം മുറുകിയപ്പോൾ ഈ ട്വീറ്റ് അദ്ദേഹം പിൻവലിച്ചു, അത് ക്യാൻസലാക്കി. അതിനുശേഷം അടുത്ത ദിവസം ഉത്തരേന്ത്യയിലെ മികച്ച മാധ്യമ പ്രവർത്തകയായ നീലു വ്യാസുമായി സ്വാമി ഒരു അഭിമുഖം നടത്തി. നീലു വ്യാസിന് കൊടുത്ത അഭിമുഖത്തിൽ സ്വാമി പ്രധാനമായി ഊന്നിയത് 3 കാര്യങ്ങളാണ്. തൻ്റെ പഴയ ട്വീറ്റിലെ കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമല്ല, പുതുതായി 1-2 കാര്യങ്ങൾ കൂടി സ്വാമി പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് IMFുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കൊടുക്കുന്ന കണക്കുകളിൽ വസ്തുതയില്ല എന്നതാണ്. സാമ്പത്തിക രംഗം താറുമാറായിരിക്കുകയാണ്. നിർമ്മലാ സീതാരാമന് സാമ്പത്തിക കാര്യങ്ങളുടെ ABCD അറിയില്ല. ഇന്ത്യയുടെ വിശ്വാസ്യത ലോകരാജ്യങ്ങൾക്കിടയിൽ പാപ്പരായിരിക്കുകയാണ്. നമുക്കൊരു രാജ്യത്തും ഇനി കടം കിട്ടാനുള്ള സാധ്യതയില്ല എന്നൊക്കെ സ്വാമി പറയുന്നു. രണ്ടാമത്തെ കാര്യം സ്വാമി ഉന്നയിക്കുന്നത് നരേന്ദ്രമോദിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, പക്ഷേ നരേന്ദ്രമോദിയെ വിമർശിക്കാൻ ധൈര്യമുള്ള ഒരാളും ഇന്ത്യയിലില്ല. ആരെങ്കിലും വിമർശിച്ചാൽ ഒന്നുകിൽ അവർ കേസിൽ കുടുങ്ങും, അല്ലെങ്കിൽ അവരെ ഗുണ്ടകൾ ആക്രമിക്കും. സ്വാമിയെ സംബന്ധിച്ച് ഗുണ്ടകളെ ഭയമില്ലാത്തതുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, US കോൺഗ്രസ് എപ്സ്റ്റീൻ ഫയൽസുമായി മുന്നോട്ട് പോയാൽ മോദിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും മോദി അമേരിക്കൻ കോൺഗ്രസിന് മുമ്പിൽ മൊഴി നൽകാൻ ചെല്ലേണ്ടി വരും എന്നുമാണ്. അതുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞാൽ താൻ കുറേ കൂടി കാര്യങ്ങൾ വെളിപ്പെടുത്തും എന്നാണ് സ്വാമിയുടെ ഭീഷണി. നമുക്കറിയാം, നരേന്ദ്രമോദി BJPയുടെ രാഷ്ട്രീയത്തിൽ എതിരാളികളില്ലാത്ത ഒരു നേതാവാണ്. അദ്ദേഹത്തിന് BJPക്ക് അകത്തോ പുറത്തോ ആ നിലയിൽ കരുത്തരായ എതിരാളികളില്ല എന്നാണ് BJPയുടെ സുഹൃത്തുക്കൾ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദിക്ക് എക്കാലത്തും BJPക്കകത്ത് ശത്രുക്കൾ ഉണ്ടായിരുന്നു. ആ ശത്രുക്കളൊക്കെ മോദി ധരാതരം പോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നരേന്ദ്രമോദിയേക്കാൾ വലിയ നേതാവായിരുന്നു BJPയിൽ പ്രമോദ് മഹാജൻ. മഹാരാഷ്ട്രക്കാരനായിരുന്നു. മഹാരാഷ്ട്രയിലെ വ്യാവസായിക ലോകവുമായിട്ട് വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ആളാണ്. പ്രമോദ് മഹാജൻ കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹം കൊല ചെയ്യപ്പെട്ട സാഹചര്യം തന്നെ വളരെയേറെ സംശയാസ്പദമാണ്. മഹാജന്റെ ബന്ധു കൂടിയായിരുന്ന ഗോപിനാഥ് മുണ്ടയെ 1ാം മോദി മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കെ മന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് മറ്റൊരു കാർ പാഞ്ഞുവെന്ന് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഒരു മന്ത്രി യാത്രക്കിടയിൽ മറ്റൊരു കാർ വന്നിടിച്ച് മരിക്കുന്നത്
അപൂർവമായ സംഭവമായിരുന്നു ഇന്ത്യയിൽ. അതുകൊണ്ട് ഗോപിനാഥ് മുണ്ടയുടെ മരണത്തെക്കുറിച്ച് പിന്നീട് വലിയ വാർത്തകളൊന്നും വന്നില്ല. നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ഗുജറാത്ത് കൈപ്പിടിയിൽ ഒതുക്കുന്ന കാലത്ത് മോദിയുടെയും അമിത്ഷായുടെയും കടുത്ത വിമർശകനായിരുന്ന ഹരൻ പാണ്ഡ്യെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ മോദിയെ വിമർശിച്ച നിരവധി പേർ, BJP നേതാക്കളായ RSSൽ സ്വാധീനമുണ്ടായിരുന്ന നിരവധി പേർ അധികാരഭ്രഷ്ടരാക്കപ്പെടുകയോ രാഷ്ട്രീയത്തിൽ നിസ്തേജരായി പോവുകയോ ചെയ്തിട്ടുണ്ട്. അവരിൽ രാജ്യസഭയുടെ ഉപാധ്യക്ഷനായ ജഗദീപ് ധൻഖർ മുതൽ ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന സത്യപാൽ മല്ലിക് വരെ ഉള്ള പ്രമുഖരുണ്ട്. അവരെല്ലാം മോദിയുടെ ഗവൺമെൻറ്റിനെ, മോദിയുടെ ഭരണത്തെ, മോദിയുടെ പിഴവുകളെ ചൂണ്ടിക്കാണിച്ചവരായിരുന്നു എന്നത് ചെറിയ കാര്യമല്ല. ഇപ്പോഴെന്താണ് മോദിക്കെതിരെ വിമത ശബ്ദങ്ങൾ ഉയരാനുള്ള കാര്യം എന്ന് ചോദിച്ചാൽ, BJPക്ക് അകത്ത് ഒരു പുതിയ ശാക്തിക ചേരി രൂപപ്പെടുന്നുണ്ട്. തീർച്ചയായും RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവതിൻ്റെ മൗനാനുവാദത്തോടെയാണ് അത് രൂപപ്പെടുന്നത് എന്ന് കരുതാൻ ന്യായങ്ങളേറെയുണ്ട്. മോഹൻ ഭാഗവതിന് നരേന്ദ്രമോദിയേക്കാൾ ഇഷ്ടം നിതിൻ ഗഡ്കരിയെയാണെന്നത് ഒരു രഹസ്യമല്ല. നിതിൻ ഗഡ്കരി ഒരു ബ്രാഹ്മണനാണ്, മോദി ബ്രാഹ്മണനല്ല. മോദി OBC ആണെന്നാണ് പറയപ്പെടുന്നത്. മോദിയുടെ കൂട്ടാളി അമിത്ഷാ ഒരു പാർസിയാണ്. RSSനകത്തെ ബ്രാഹ്മണരെ സംബന്ധിച്ച് ഇതും ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി എന്ന ബ്രാഹ്മണൻ, മോഹൻ ഭാഗവത് എന്ന ബ്രാഹ്മണൻ, നിതിൻ ഗഡ്കരി എന്ന ബ്രാഹ്മണൻ, അങ്ങനെ ഒരുപാട് ബ്രാഹ്മണ നേതൃത്വം മോദിയോട് അസംതൃപ്തിയുള്ളവരാണ്. പഴയ കാലത്തെ വലിയ നേതാക്കളായിരുന്ന മുരളി മനോഹർ ജോഷി പോലും ഈ സംഘത്തിനൊപ്പമുണ്ട്. അതുകൊണ്ട് വരുന്ന ആളുകളിൽ മോദിക്കെതിരായ സ്വാമിയുടെ നീക്കം വിജയം കാണുമോ ഇല്ലയോ എന്നതിനേക്കാൾ പ്രധാനം മോദിക്കെതിരെ BJPക്കകത്ത് RSSനുള്ളിൽ ശത്രുക്കൾ തലപൊക്കി തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ഇന്ത്യയുടെ സമ്പദ്ഘടന അങ്ങേയറ്റം പ്രതിസന്ധിയിലാവുന്ന ഘട്ടത്തിൽ, ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ഉറ്റ സുഹൃത്ത് മോദിക്കെതിരായി മാറുന്ന ഘട്ടത്തിൽ, അമേരിക്കയിൽ ഉണ്ടാവുന്ന വലിയ വലിയ രാഷ്ട്രീയ ചലനങ്ങൾക്കനുസരിച്ച് നരേന്ദ്രമോദിയുടെ ഭാവിയും എഴുതപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. സുബ്രഹ്മണ്യ സ്വാമി തുടക്കം കുറിക്കുന്നത് അത്തരം ഒരു നീക്കത്തിനാണ് എന്ന് കരുതാൻ ന്യായമേറെയുണ്ട്.